അല്ലയോ ഇത് പണിയാവുമല്ല. നമുക്ക് പുള്ളിയോട് പോവാൻ പറഞ്ഞാലോ? പുള്ളിയുടെ അടുത്ത് പോവാൻ പറഞ്ഞാ പുള്ളിയുടെ സ്വഭാവം അനുസരിച്ച് എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ പറ്റില്ല. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ, അളിയുടെ ശരിക്കും ഇയാളെ അറിഞ്ഞുകൂടി? എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റ് ആയില്ല പുള്ളിനെ. എടാ കണക്കൂട്ടിക്കൊണ്ട് നിക്കാതെ കാര്യം പറ. അല്ല ആ അളിയ അളിയനെ ഏതോ ഒരു ഫ്ലാറ്റ് വെച്ചാണ് അങ്ങേര് കണ്ടേന്ന് പറഞ്ഞില്ലായിരുന്നോ? അതെ. അളിയൻ പോയ ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിന്റെ പേരെന്തര്? മെട്രോ ഫ്ലാറ്റ്. മെട്രോ METRO മെട്രോ മെട്രോ. അതേടാ. എന്താ? ആ ഫ്ലാറ്റ് തന്നെ. അതെ. അയ്യോമേ അതെ, ഞാൻ ഒരു കാര്യം പറയാം. പക്ഷെ അത് കേട്ടിട്ട് നിങ്ങളെല്ലാം കൂടെ ഞെട്ടി വിളിച്ചോണ്ട് ഓടല്ലേ? ഉറപ്പാണോ? ഒരു 3 പേരെ കൊന്നിട്ട് വെട്ടി നുറുക്കി പീസാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കണ്ടെത്തിയില്ലേ? മറ്റേ സീരിയൽ കില്ലർ താമസിച്ചോണ്ടിരുന്ന സ്ഥലം. ആ ഫ്ലാറ്റിന്റെ പേര് മെട്രോ. അപ്പൊ നീ എന്താ പറഞ്ഞേ? അയാളാണ് സീരിയൽ കില്ലറാ? അല്ലാതെ തന്നെ ഇത്രയും കത്തിയും പാക്ക് ചെയ്ത് നടക്കേണ്ട കാര്യമൊന്നും പുള്ളിക്കില്ലല്ലോ. അല്ലയോ ഇത് സംഭവം മിക്കവാറും അയാൾ അളിയനെ അവിടെ വെച്ച് കണ്ടപ്പോ നോട്ട് ചെയ്തു. എന്നെ എന്തിനാടാ നോട്ട് ചെയ്യണേ? അത് ചിലപ്പം പുള്ളിക്കാരൻ ആരെങ്കിലും കൊന്നോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അളിയനെ കണ്ടത്. അപ്പൊ അങ്ങനെ വിചാരിച്ചു കാണും അളിയനെ കൊലപാതകം കണ്ടെന്ന്. അത് ഞാനൊന്നും കണ്ടിട്ടില്ലല്ലോടാ. അതങ്ങനെ അറിയണ്ടേ? എങ്കിൽ പിന്നെ ഞാൻ പോയി പറയട്ടെ, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. മണ്ടത്തരം പറയല്ലേ അളിയ? അളിയ, അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഈ പുള്ളി സീരിയൽ കില്ലർ ആണെന്നാണോ? ആ അതെ. ഏയ്, അങ്ങനൊന്നും ആവത്തില്ല. എന്റെ സ്കൂളിൽ പഠിച്ച ആർക്കും അങ്ങനെ സീരിയൽ കില്ലർ ആവാനൊന്നും പറ്റത്തില്ല. അളിയന്റെ സ്കൂളിൽ പഠിച്ച ആർക്കും സീരിയൽ കില്ലർ ആവാൻ പറ്റില്ലെന്ന് നിയമം വല്ലതും ഉണ്ടോ? അത് തന്നെ. എന്തായാലും മൊത്തത്തിലൊരു വശപ്പശകൊണ്ട്. വശവശക്കല്ല, സൈക്കോ. എന്താ ചേട്ടാ, അല്ലാണ്ട് ഏത് ഷെഫാണ് കുറെ കത്തിയും ചുറ്റിയൊക്കെ എടുത്തോണ്ട് സൂട്ട് കേസ് കൊണ്ടു നടക്കണത്? ആൾക്കാരെ വെട്ടാനുള്ള ടൂൾസ് ആയിരിക്കും ചിലപ്പോ അത്. ഫിക്സ്. ഇപ്പൊ എന്ത് ചെയ്യും? അളിയ, ഓ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ അടുത്ത് അയക്കണേ. അളെ എന്റെ സുഹൃത്തല്ലേ, അളെ എന്തെങ്കിലും ചെയ്യും. അളിയ ഇയാളെ പറഞ്ഞിട്ട് എന്തുവാ ചെയ്യാ? സിദ്ധു, ഇയാളെ പരിചയമുള്ള ആരെങ്കിലും സിദ്ധുവിന് പരിചയമുണ്ടോ? എനിക്ക് ഈ പുള്ളിനെ തന്നെ അത്ര പരിചയമില്ല. അളയാ, ഇങ്ങനെ എങ്ങനെ ഇവിടെ നിന്ന് ചവിട്ടി ഇറക്കും? മൂർച്ച ഉണ്ടോ നോക്കുന്നുണ്ടോ? തലയൊക്കെ കറങ്ങണ്. അളിയൻ ചെല്ല് ചെല്ലളിയാ. പ്രഭാദ്രു, അല്ല നേരത്തെ ഞാൻ കുറച്ച് കാര്യങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. എന്താ അല്ലേ? എന്താ അറിയേണ്ടത്? അല്ല, പ്രഭാത് ബ്രോയുടെ ഫാമിലിയൊക്കെ ഇവിടെ തന്നെ വൈഫും മക്കളും ഒക്കെ? എന്റെ വൈഫിന് അറിയോ? എനിക്കറിയത്തില്ല. അറിഞ്ഞൂടെ? എനിക്കറിയില്ല. മെട്രോ ഫ്ലാറ്റിൽ തന്നെയാണോ താമസം? അതറിയില്ല. എനിക്കറിയില്ല. അപ്പൊ ജോലിയൊക്കെ എങ്ങനെയാ? ഇവിടെ തന്നെയാ? കൊച്ചി തന്നെയാ? ഞാൻ കുറച്ചു കാലമായിട്ട് ജോലി ചെയ്യുന്നില്ല.
ജോലിയൊന്നും ചെയ്യാതെ പിന്നെ എങ്ങനെ ജീവിക്കുന്നു മാമ ചേട്ടാ? എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഓ പോയതായിരുന്നു. ഇത് പ്രശ്നമാണ് അളിയ. അങ്ങേര് സ്വന്തം കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യാത്തണ്ട. സാധാരണ സീരിയൽ കില്ലേഴ്സ് ഇങ്ങനെയാണ്, സ്വന്തം കാര്യം റിവീൽ ചെയ്യില്ല. ഏതെങ്കിലും ഡിറ്റക്റ്റീവ് കണ്ടുപിടിക്കുമ്പോഴാണ് ഇതൊക്കെ പുറലോകം പറയുന്നത്. എന്താണ് സമ്മതിച്ചാ? എന്തോന്ന്? അല്ല, പുള്ളി സീരിയൽ കില്ലർ എന്നു സമ്മതിച്ചാ? പുള്ളി സീരിയൽ കില്ലർ തന്നെ സമ്മതിച്ച? ഓ സമ്മതിച്ച്. അത് മാത്രമല്ല, ഓൾ ഇന്ത്യ സീരിയൽ കില്ലർ അസോസിയേഷന്റെ മെമ്പറാണ് പുള്ളി എന്നുള്ളതിന്റെ കാർഡും കാണിച്ച്. പൊന്നു, നാഷണൽ ലെവല്. പോലീസിനെ വിളിക്കാം, നമുക്ക് പോലീസിനെ വിളിക്കാം. പൊന്നമ്മ അതൊന്നും വാഴ മിണ്ടായി. അല്ല, അയാൾ എങ്ങോട്ട് പോയത്? അങ്ങോട്ട് എടാ, അങ്ങോട്ട് എങ്ങോട്ട് പോയത്? ഇങ്ങനെ റെഡി അത് ഒരു കാര്യം ചെയ്യാം, വേഗം പോലീസ് വിളിക്കാം. വിളിച്ചോ വിളിക്ക്. എന്ത് വിളിക്കുന്നില്ലേ? ഇങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ വിളിക്കാം. അപ്പൊ എങ്ങനെ കഴിച്ചിട്ട് പോകുമല്ലേ? കുറെ കാലമായില്ലേ നിന്നെ കണ്ടിട്ട്. ഞാൻ രാത്രി പോയാലോ ഒന്ന് ആലോചിക്കാം. രാത്രിയാ? അതെ, രാത്രി. എന്താ സിദ്ധു, അത് പോരെ? അളിയൻ എന്ത് വയ്യേ? അളിയൻ എന്തിനു സമ്മതിക്കാൻ പോയത്? ആര് സമ്മതിച്ചെന്നു? ഞാൻ വേണ്ടാന്നാ പറഞ്ഞത്. എനിക്ക് നോർമലി ഉള്ള ഒരു സ്കില്ല് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. അല്ല, ചില ആൾക്കാരെ കണ്ടാലേ അവരുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മുഖം കണ്ട് വായിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഇയാളുടെ ഫേസ് കണ്ടിട്ട് എനിക്കത് വായിച്ചെടുക്കാൻ പറ്റില്ല. ഒക്കെ വിഷമായി പോയാ സാരമില്ല, ഞാൻ മൂപ്പരെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ പിടിച്ച് നിർത്തി തരാം. അരമണിക്കൂർ മുഖത്ത് നോക്കി നിങ്ങൾ കാര്യം മനസ്സിലാക്കും. ശിവ, നോ പറയും കേട്ടോ വരുന്നത്. അളിയ, അയാളെ ഇവിടുന്ന് ഓടിക്കാനുള്ളൊരു പ്ലാൻ എൻ്റെ കിട്ടി. എന്ത് പ്ലാൻ? ചിക്കൻ വെച്ച് കഴിഞ്ഞപ്പോ വേറെന്തായാലും വെക്കണ്ടോ നോക്കാൻ പോയതാ. വേറെ നിക്കല്ലേ 5-6 ഇതിപ്പോ എവിടെ നിന്ന് വരുന്നത്? அவர் என்கிட்ட கொஞ்சம் கருவேப்பிலை கேட்டாரு, அது கொடுக்க வந்தேன். പ്രഭാത് ബ്രോ ഇവിടെ വന്നിരിക്കുവായിരുന്നോ? അതെ, ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ആ, ഇപ്പോഴാണ് ഞങ്ങളൊരു കാര്യം ഓർത്തേ. ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് അമ്മമ്മയുടെ വീട് വരെ ഒന്ന് പോണായിരുന്നു. ഞാൻ രാവിലെ വന്നപ്പോ ഇത് പറഞ്ഞില്ലല്ലോ. അമ്മൂമ്മ നമ്മളെ ഇപ്പളാ വിളിച്ച് പറഞ്ഞേ കുരുമുളക് വിളവെടുക്കാൻ പോണം. അതിപ്പോഴാണോ തീരുമാനിച്ചത്? അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ തീരുമാനിക്കും. അല്ല, അത് ഇനിയും പറിച്ചില്ലെങ്കിലേ അത് ചിലപ്പോ നശിഞ്ഞു പോകും. അതാ. എന്നാ ഞാനും വരാം. എങ്ങോട്ട്? അമ്മൂമ്മയുടെ അടുത്തേക്ക്. അതിന് ചേട്ടന് കുരുമുളക് വിളവെടുക്കാൻ അറിയോ? അശോ, അപ്പൊ പിന്നെ ചേട്ടൻ വന്നിട്ട് കാര്യമില്ല, നമ്മള് വെള്ളമെടുത്തോളാം. ചേട്ടൻ എവിടെ ഇരുന്നോ? ഞാൻ നിങ്ങൾക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തന്നല്ലേ? അയിന് നിങ്ങൾ എന്നെ ഒഴിവാക്കുകയാണല്ലേ? ചേട്ടന്റെ പ്രശ്നം എന്തുവാ? എന്ത് പ്രശ്നം? അളിയ, ഇപ്പൊ കൈ രണ്ടും ഫ്രീ ആയിട്ടിരിക്കുക. ഓടിച്ചൊന്ന് പിടിച്ചാ പിടിക്കാം. നൈസിലോട്ട് അടുത്തോട്ട് ചെല്ലേ. പ്രഭാതം നമ്മള് സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് വേറൊരു കാര്യം ഒന്നും സത്യം പറഞ്ഞു. ഓ, നിനക്കപ്പ എന്നെ സീരിയൽ കില്ലറാക്കി ജയിലടക്കണം അല്ലേ?
അവള് പറഞ്ഞ ഐഡിയ ആയിരിക്കും. എവള് എന്റെ ഭാര്യ. ആ പിടിപെട് പിടിപെട് പിടിപെട്. ചേട്ടാ ചേട്ടാ ബാക്കി പറഞ്ഞേ. എന്റെ ഭാര്യയെ കാണാനില്ല. എവിടെ പോയി? എനിക്കറിയില്ല. അവളുടെ കാമുവിനോടൊപ്പം പോയിട്ടുണ്ടാവും. എന്തിന്? അവളെപ്പോഴും പറയും എനിക്ക് സംശയരോഗമാണെന്ന്. എനിക്ക് സംശയരോഗമൊന്നുമില്ല, എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അവൾ എവിടെ പോയാലും അവൾ അവിടെ എത്തിയോന്ന് അറിയാൻ വേണ്ടി ഞാൻ അവളെ അന്വേഷിച്ച് പുറകെ പോവായിരുന്നു. അത് സംശയം കൊണ്ടൊന്നുമില്ല, സ്നേഹം കൊണ്ടാ. അല്ല ചേട്ടൻ ഈ പുറകെ പോകുന്ന കാര്യം ഭാര്യയ്ക്ക് അറിയായിരുന്നു? ഏയ് ഇല്ല, അവൾ അറിയാതെ ഞാൻ പോവാൻ. അമ്മയെ തളത്തിൽ ദിനേശനാണെന്ന് തോന്നുന്നു. എന്തെന്നു? ഭാര്യയെ സംശയമുള്ള ആളാണെന്ന് തോന്നുന്നു. നിങ്ങൾക്കറിയോ, 2 ദിവസമായിട്ട് അവളെ കാണാനില്ല. എന്നും പറഞ്ഞോണ്ട് എന്തിനുവേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഇവനെ 2 ദിവസം മുമ്പ് ഞാൻ ആ ഫ്ലാറ്റിന് മുമ്പ് കണ്ടതാ. ഇനി അവൾ ഇവന്റെ കൂടെ എങ്ങാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നതാ. അവൾ എവിടെ? സുഹൃത്തെ, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വിളിച്ച് പറയല്ലേ. അവക്കത് എന്തെങ്കിലും കിട്ടിയാ മതി. സിത്തു സത്യം പറ, നീ എന്തിനാ ഫ്ലാറ്റിൽ പോയത്? കണ്ട എന്റെ പൊന്നു സുഹൃത്തെ, ഇവിടെ എനിക്ക് എന്റെ ഭാര്യനെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് തന്റെ ഭാര്യ ഇനി. നമുക്കൊരു കാര്യം അറിയോ, അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് ഇവിടെ വന്നത്. ചേട്ടാ, ചേട്ടന്റെ ഭാര്യനെ വേറെ എവിടെയെങ്കിലും അന്വേഷിച്ചായിരുന്നോ? വല്ല കൂട്ടുകാരുടെ വീട്ടിലോ കുടുംബക്കാരുടെ വീട്ടിലോ അവിടെ എവിടെയെങ്കിലും? ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാരുടെ വീട്ടിലും അന്വേഷിച്ചു, അവിടെ എങ്ങുമില്ല. ഇനി ഈ വീട് മാത്രമേ ഉള്ളൂ. എടോ, തന്റെ കൂട്ടുകാരുടെ വീട്ടിലല്ല, തന്റെ ചേട്ടന്റെ ഭാര്യയുടെ കൂട്ടുകാരുടെ എവിടെയെങ്കിലും അവിടെ എവിടെയെങ്കിലും. ഇല്ല. ഇതുണ്ടല്ലോ, ആ പുള്ളിക്കാരത്ത് ഇയാളുടെ അടുത്തൊന്നും ജീവനും കൊണ്ട് രക്ഷപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തോന്നലല്ല, ഉറപ്പല്ലേ? അല്ല, എനിക്ക് ഉറപ്പാണ് അവൾ ഇവിടെ തന്നെ ഉണ്ട്. എവറാ എന്റെ ഭാര്യ? എവറാ? പറടാ, എവറാ എന്റെ ഭാര്യ? ഇത് കൈവിട്ട് പൊടിടാ. എടാ, എന്നെ ചതിച്ച പോലെ അവളെ നിന്നെയും ചതിക്കും. നിങ്ങളെ സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ